വീണ്ടും ഹൂത്തികളുടെ വിളയാട്ടം. ചെങ്കടലിൽ ഹൂത്തികൾ വീണ്ടും തരംഗമായി മാറുന്നു. അമേരിക്കൻ നാവികരെ കൂട്ടക്കൊല ചെയ്തുകൊണ്ട് ചെങ്കടലിലൂടെ പോയ അമേരിക്കൻ കപ്പൽ ഹൂത്തികൾ പിടിച്ചെടുത്തു. 3 നാവികർ കൊല്ലപ്പെട്ടു, മറ്റ് പലർക്കും പരിക്കുണ്ട്. ഹൂത്തികൾ പൊതുവെ ഒരു പ്രത്യേക മനസ്ഥിതിക്കാരാണ്. അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവർ വിളിച്ചു പറയാറില്ല. അമേരിക്ക എവിടെയെങ്കിലും പോയി ഒരു ബോംബിട്ടാൽ പറയും ഞങ്ങൾ ഭയങ്കര ബോംബിട്ടു, വലിയ സംഭവമാണെന്ന് പറയും. ഇസ്രായേൽ എവിടെയെങ്കിലും പോയി ആക്രമിച്ചാൽ പറയും ഗസയിൽ ആക്രമണം നടത്തിയവൻ പറഞ്ഞ് വടക്കൻ ഗസ പിടിച്ചെടുത്തു, തെക്കൻ ഗസ പിടിച്ചെടുത്തു, ഖാൻ യൂനിസ് പിടിച്ചെടുത്തു, ഇനി റഫയെ പിടിച്ചെടുക്കാവുള്ളത്. ഇപ്പോൾ ഒന്നും പിടിച്ചെടുത്തില്ല, റഫ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ പോയി കഴിഞ്ഞാൽ വിവരം ഇറങ്ങി, ഈജിപ്തിൻ്റെ സൈന്യം ഇറങ്ങിയിട്ടുണ്ട്. ഹൂത്തികൾ തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ പുറം ലോകത്തെ അറിയിക്കാറില്ല. എന്തായാലും ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് ഒരു അമേരിക്കൻ കപ്പൽ കൂടി ഹൂത്തികൾ തകർത്തിരിക്കുന്നു. 3 നാവികർ കൊല്ലപ്പെട്ടിരിക്കുന്നു. മറ്റുള്ളവർക്ക് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു. മിസൈൽ ഉപയോഗിച്ചാണ് ആക്രമണമെന്ന് പറയുന്നു. എന്തായാലും ഹൂത്തികൾ വീണ്ടും ചെങ്കടലിൽ വിളയാടുകയാണ്. ചെങ്കടലിലൂടെ ഒരൊറ്റ അമേരിക്കൻ കപ്പലും ഒരൊറ്റ ബ്രിട്ടീഷ് കപ്പലും ഒരൊറ്റ ഫ്രഞ്ച് കപ്പലും പോകില്ല എന്ന് ഹൂത്തികൾ തീരുമാനിച്ചിരിക്കുന്നു. അവരുടെ തീരുമാനം അവർ അസന്നിഗ്ധമായി നടപ്പാക്കുന്നു. അവരുടെ തീരുമാനത്തിൽ നിന്ന് അവർ വേർതിരിയുന്നില്ല. അവർ അവരുടേതായ രീതിയിൽ നടത്തുന്ന ആക്രമണങ്ങൾ ലോകശ്രദ്ധ ആകർഷിക്കുന്നു, ലോകശ്രദ്ധ നേടുന്നു. ഹൂത്തികൾക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ: ഇസ്രായേൽ ഹമാസിനെതിരെ നടത്തുന്ന വംശഹത്യ നിർത്തണം. ഇസ്രായേൽ ഹമാസിനെ ആക്രമിക്കരുത്. പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമാകണം. ഇതൊക്കെയാണ് ഹൂത്തികളുടെ ആവശ്യം. ഈ ആവശ്യം അവരെ കൊണ്ട് ഉന്നയിപ്പിച്ചത് ഇസ്രായേലാണ്. ഈ ആവശ്യം അവരെ കൊണ്ട് ഉന്നയിപ്പിച്ചതും പുലിവാല് പിടിച്ചതും ഇസ്രായേലാണ്. ഇപ്പോൾ അമേരിക്കയ്ക്ക് ചെങ്കടലിലൂടെ പോകാൻ വയ്യ. അമേരിക്കയ്ക്ക് ചെങ്കടലിലൂടെ പോകാൻ വയ്യ എന്ന് മാത്രമല്ല, ബ്രിട്ടനും പോകാൻ വയ്യ. യമനിൽ അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് ഒരു സംയുക്ത ആക്രമണമൊക്കെ നടത്തി നോക്കി. 30% ഹൂത്തികളെ കൊന്നു എന്ന് പറഞ്ഞു. എവിടെ കൊന്നു? ഇപ്പോൾ 3 അമേരിക്കൻ നാവികർ കൊല്ലപ്പെട്ടിരിക്കുന്നുവെന്ന് ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട് വന്നിരിക്കുന്നു. 3 നാവികർ കൊല്ലപ്പെട്ടു. അമേരിക്കൻ കപ്പൽ തകർത്ത് തരിപ്പണമാക്കി. ചെങ്കടലിൽ ഹൂത്തികൾ തന്നെയാണ് രാജാക്കന്മാർ. അവർ തന്നെയാണ് സുൽത്താൻമാർ. അവർ തീരുമാനിക്കും ചെങ്കടലിൽ ഏത് കപ്പൽ പോകണമെന്ന്. അവർ തീരുമാനിക്കും ചെങ്കടലിലൂടെ പോകേണ്ട കപ്പൽ ഏതെന്ന്. റഷ്യയുടെ കപ്പലും ചൈനീസ് കപ്പലും ഇന്ത്യൻ കപ്പലും ഒക്കെ ചെങ്കടലിലൂടെ പോകാം. പക്ഷേ അമേരിക്കയുടെയും നാറ്റോ രാജ്യങ്ങളുടെയും കപ്പലുകൾ പോയാൽ അവർ ആക്രമിക്കും. അവർ മരണം വരെ പോരാടും. എന്തായാലും അമേരിക്കയ്ക്ക് കൂട്ടക്കുരുതി സമ്മാനിച്ചിരിക്കുന്നു. 3 നാവികർ കൊല്ലപ്പെട്ടു എന്നാണ് ഇതുവരെയുള്ള വിവരം. ഇനി നാളെ എത്ര പേർ കൊല്ലപ്പെട്ടുവെന്ന് അറിയാം, എത്ര പേർക്ക് പരിക്കേറ്റു എന്നറിയാം.